യുവാക്കളുടെ സമരം, അതിന് നമ്മൾ കൂടെ നിൽക്കണം, യുവാക്കൾക്കൊപ്പം നിൽക്കണം എന്ന് പോസ്റ്റ് ഇട്ടിട്ട് സമരം ചെയ്യുന്ന പിള്ളേർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഓടി നടന്ന് മറ്റേ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഒരാളുടെ പോസ്റ്റ് കണ്ട് നിർവൃതി അടഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ചിലർ ഓടി വിളിക്കാനാണ് പറയുന്നത്. വേറെ ചില ആൾക്കാർ ഈ പിള്ളേർക്കൊന്നും പൊളിറ്റിക്സ് അറിയില്ലാന്നേ, ഇവിടെ എന്താ നടക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്, മൊത്തം പരിപാടിയും പ്രശ്നങ്ങളാണ് എന്ന് ഇടയിൽ കൂടി ഇരുന്ന് പറയുന്ന ആളുകളുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് ഇത് ചൈനീസ് ഫണ്ടിങ് ആണ്, ഇത് പാകിസ്ഥാൻ ഫണ്ടിങ് ആണ്. എന്തായാലും അത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒപ്പീനിയനും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റസ് സ്റ്റാർട്ട് വിത്ത് ഗോപാലകൃഷ്ണൻജി. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്. നമുക്ക് ആദ്യം ന്യായമായിട്ട് പുള്ളിക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പം അങ്ങോട്ട് വീഴ്ത്താം, നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങോട്ട് വീഴ്ത്താം, നരേന്ദ്രമോദി അങ്ങ് വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മക്കളെ എന്ന് പരസ്യമായി പറയുകയാണ്. നിങ്ങൾ എഴുതിയല്ലോ, ഇന്ത്യയിൽ നടക്കില്ല. ഞങ്ങൾ അങ്ങോട്ട് തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിലിറങ്ങിയാലുണ്ടല്ലോ. ഇന്ന് തെരുവിൽ നിന്ന് ബിജെപിക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്നൊരു ഡയലോഗ് പൃഥ്വിരാജിൻ്റെ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയിലുണ്ട്. ഏതാണ്ട് ആ ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഈ തെരുവൊന്നും നിങ്ങളുടെ ആരുടെയും പേരിലോ നിങ്ങളുടെ പിതൃക്കന്മാരുടെ പേരിലോ അങ്ങനെയൊന്നും ഇവിടെ ആരും എഴുതി വെച്ചിട്ടില്ല. ഇന്ത്യയിലെ ഏതൊരു തെരുവിലും എനിക്ക് ചെല്ലാം, ഏതൊരു തെരുവിലും എനിക്ക് സമാധാനപരമായി സമരം ചെയ്യാം. പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മൾ എന്ത് പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാലും അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓടി അടുക്കും. അവർ ചിലപ്പോൾ വാളായിരിക്കും, ചിലപ്പോൾ വടിയായിരിക്കും എടുക്കുക. ഇപ്പോൾ പിള്ളേരെ തല്ലാൻ വേണ്ടിയിട്ട് ആണി വെച്ച ലാത്തിയുമായിട്ട് യൂണിഫോമും നെയിം ബോർഡും ഒന്നും ഇല്ലാതെ ചില ആൾക്കാർ കയ്യിൽ ചരടും കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ വിവരമില്ലാത്തവർ നാട്ടിലുണ്ടെന്നേ. അവരെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങും. അവരെ ആക്ച്വലി നിയമപരമായി തടവിലിടേണ്ടതാണ്. പക്ഷേ അത് ചെയ്യേണ്ട ആൾക്കാർ അവർക്ക് തന്നെ ലാത്തി എടുത്ത് കൊടുത്തിട്ട് ഇറക്കി വിടുക എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന, അതായത് എവിടെയോ കണ്ടിട്ടുള്ളൊരു ഗംഭീര ഡയലോഗാണ്. 2014 ഇന്ത്യ ഉണ്ടായിട്ടുള്ളത്, അതിന് മുമ്പ് ഇവിടെ ഇന്ത്യ ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ തോക്കുമായി നിന്ന ആളുകൾക്കെതിരെയും ഇവിടെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ദാ ഇപ്പോൾ പാറ്റക്കുഞ്ഞുങ്ങളുടെ സമരവും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ് അവരെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. വൈ ചൈനയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് കണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുട്ടുമടക്കിയോ? പാകിസ്ഥാൻ ഫണ്ട് ഉണ്ടെന്ന് കരുതി കേന്ദ്ര ഗവൺമെൻറ് മുട്ടുമടക്കിയോ? അല്ല, നിങ്ങൾ വടിയും വടിവാളുമായിട്ട് ഓടിച്ചെന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തെരുവിലിറങ്ങി വലിയ സാധനമൊക്കെ കാണിക്കുമായിരിക്കും. ചിലപ്പോൾ തല്ലി 3-4 പിള്ളേരെ ഓടിച്ചിട്ടുണ്ടാവും. ആ ഓരോ പിള്ളേരും തീക്കനൽ പോലെയാണ്, മുഴുവൻ കാട്ടുതീ പോലെ തിരിച്ചു വരും. നിങ്ങൾ നോക്കും. അല്ലാതെ തെരുവുണ്ടാകില്ല എന്ന് പറയാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓടാൻ തെരുവുണ്ടാവില്ല, പക്ഷെ തെരുവ് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇങ്ങനത്തെ നിങ്ങൾ ഓരോ പേരൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുതാന്ന് പറയുമ്പോഴേ, നിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ, ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ അപ്പുറം ഒന്നും, അല്ലെങ്കിൽ അതിനപ്പുറം കളിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഗോപാൽജി ആരെയാണ് ഈ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ഇതുവരെ ഈ പിള്ളേരെ മനസ്സിലായിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലായിട്ടില്ല. എങ്ങനെയൊക്കെയോ ഈ പരിപാടി നടന്നു, കുറേ PR പരിപാടിയൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ ഇന്ത്യയിലെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന, സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ആ പിള്ളേരുടെ അടുത്ത് ഞങ്ങളങ്ങ് വന്നാലുണ്ടല്ലോ എന്ന് പറയുന്ന ഈ ഉമ്മാക്കിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പേടിക്കുമെന്ന്? എടോ, തോക്കും ലാത്തിയായിട്ട് നിൽക്കുന്ന ഫോഴ്സിനെ കണ്ടിട്ട് ആ പിള്ളേർ പേടിച്ചില്ല. പിന്നെയാണ് ഗോപാൽജിയുടെ നാക്ക്. പിന്നെ ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറയാൻ അതിനുള്ള ഡയലോഗാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. 2014 ഇന്ത്യ ഉണ്ടായത്, അതിനു മുമ്പ് ഇവിടെ ഇന്ത്യ ഉണ്ട്. ഇവിടെ ഒന്നും നടക്കില്ല നിങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ നടക്കും, നടത്തിയെടുക്കാൻ പറ്റുമെന്ന് ആ പിള്ളേർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അത് മറന്നുപോയൊരു ജനവിഭാഗം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഇന്ത്യയിൽ നമുക്ക് പലതും നടത്താൻ പറ്റും എന്നുള്ള കാര്യം മറന്നുപോയ, പേടിച്ചരണ്ടിരുന്ന കുറേ ആളുകളുണ്ടാവും. ഭരണകൂട ഭീകരതയൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് പേടിയൊന്നുമില്ല, അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അവരത് ചെയ്തോളൂ. ഗോപാൽജി ആദ്യം എന്തെങ്കിലും ഒന്ന് നടത്തിയെടുക്കാൻ പറ്റുമോ നോക്ക്. ഇലക്ഷനൊക്കെ മത്സരിച്ചിരുന്നതാണല്ലോ. സ്വന്തം വിജയം പോലും നടത്തിയെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഞങ്ങൾ നടത്തിക്കില്ല എന്നൊക്കെ പറയാൻ, അതൊക്കെ വൻ കോമഡിയാണ് ജി. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെ ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പിള്ളേരാണ് കോക്രോച്ചസ് അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റകൾ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പാറ്റ വിളിക്കണ പോലെ വിളിച്ചത്
ഗോപാൽജി ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഗോപാൽജീനെ ഈ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് നിറഞ്ഞു കാണുന്നത്. പിന്നെ ഈ രഞ്ജിനി ഹരിദാസിന് ഫണ്ട് ചെയ്യുന്നത് ചൈനയാണെന്നൊക്കെ ഗോപാൽജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഞ്ജിനി ഹരിദാസ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി. ചെന്ന് കയറി കൊടുക്കരുത് കേട്ടോ പ്ലീസ്, ദയവ് ചെയ്ത്. അത് നിങ്ങളോടല്ല, രഞ്ജിനിയോടുള്ള സ്നേഹം കൊണ്ട് പറയണതാണ്. ഇതൊന്നും പോരാഞ്ഞാണ് മാതൃഭൂമിയിൽ അഭിലാഷിനെടുത്ത് പോയിരുന്നിട്ട് ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത്. ഇന്ത്യയിലെ ഒരു മാധ്യമത്തിനെ നോക്കി നിങ്ങളെ ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വെല്ലുവിളിയൊക്കെ നടത്താൻ അവിടെ തന്നെ മനസ്സിലായില്ലേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ജനാധിപത്യ ബോധം എന്താണെന്നുള്ളത്. ഇതടുത്ത ആൾ ശ്രീമാൻ മേജർ രവിയാണ്. അദ്ദേഹം ശരിക്കും രക്ഷാദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരുടെ തന്ത കളിക്കാൻ പോകാമെന്ന് പറയുന്നത് അതൊരു നല്ല പരിപാടിയല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ തന്ത കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ തന്ത കളിക്കാൻ അവസരം കിട്ടിയാൽ അതിനും ചാടി ഇറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നമ്മുടെ സുരേഷ് ഗോപി ആയിരുന്നു. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ചു, അവരുടെ തോളത്ത് കൈയിട്ടു. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് ശേഷവും അദ്ദേഹം അത് തുടർന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരച്ഛൻ്റെ വാത്സല്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വാത്സല്യം തോന്നുന്നെങ്കിൽ നല്ല കാര്യം, നിങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ, വെരി ഗുഡ്, അടിപൊളി. പക്ഷേ എല്ലാവരുടെയും തന്ത കളിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലരുത്. അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ നമ്മൾ മേജർ രവിയെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വിസ്മയ മോഹൻലാൽ ആ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അറിയാമല്ലോ ചാണകം വാരി എറിയായിരുന്നു. അവരുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ നാറിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അച്ഛൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ, എമ്പുരാൻ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജിൻ്റെ അവസ്ഥ നീ കാണുന്നതല്ലേ, മോക്കയുടെ സിനിമയൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, മൂക്കെ കയറ്റി കളയുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. ഇതിനിടയിലാണ് മേജർ രവി സാർ രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയം അറിയാത്തോണ്ടാ, പാവല്ലേ ആ കുട്ടി, അവളെ എന്തറിഞ്ഞിട്ടാ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൊളിറ്റിക്സ് അറിയാവുന്ന ഞങ്ങൾ കുറച്ച് പേർക്കേ ഉള്ളൂ. അതായത് അവരുടെ പ്രധാനമന്ത്രിയോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയോ ആര് വിമർശിച്ചാലും ദേശദ്രോഹിയോ. അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, നമുക്കിപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് എന്ത് പറയണമെങ്കിലും പറയണതിൻ്റെ ലാസ്റ്റ് ജയ് ഹിന്ദ് ഒപ്പുന്നിടണം, അല്ലെങ്കിൽ തുടങ്ങണതിന് മുമ്പ് ഭാരത് മാതാക്ക് ജയ് പറയണം. കാരണം രാജ്യസ്നേഹിയാണ് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ കാര്യം എടുക്കുക. മോഹൻലാലിൻ്റെ മകൾ, നമ്മൾ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി വിശേഷങ്ങളൊക്കെ അവർ അല്ലാതെ ഇപ്പം വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രായമുണ്ട്, പക്ഷേ ലാലേട്ടൻ്റെ മക്കൾ എന്ന് പറയുന്ന ഒരു ഇമേജിൽ പറഞ്ഞാണ്. അപ്പോൾ അവരൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ലാലേട്ടൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അവർ മക്കൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പ്രിവിലേജസ് ഉണ്ട്, അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ രണ്ട് വ്യക്തികളെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനകത്ത് അവരുടെ അച്ഛൻ കൈ കടത്താറില്ല. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് വേറെ കുറച്ച് ആൾക്കാർ ഇവരുടെ അച്ഛൻ കളിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പോൾ വിസ്മയ മോഹൻലാൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രായത്തിനോട് അടുത്ത് അവർക്ക് പ്രായമുണ്ടെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെക്കുന്നത് വെച്ചിട്ട് അവർ 2 പ്രാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആ പ്രായത്തിലേക്ക് എത്തി. അതിൻ്റെ കൂടെ അവർ വിദേശ രാജ്യത്തൊക്കെ പോയി പഠിച്ച് ലോകം കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അത്രയും പ്രായത്തിലേക്ക് എത്തിയ, ഇത്രയും ലോകം കണ്ടിട്ടുള്ള, ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുള്ള, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെയും ഈ പുതിയ ജനറേഷനിലെ പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് കാണുന്നതുകൊണ്ടാണ്. മേജറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേജറിൻ്റെ പാർട്ടിയിലുള്ളവരെയും അതിന് ഇൻകുലാബ് വിളിക്കുന്നവരെയും മാത്രമാണ് മേജറായിട്ട് കാണുന്നത്. ബാക്കി എല്ലാവരും മൈനറാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ മൈനറല്ല. അവർ ലോകമൊക്കെ കണ്ട് ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉള്ള വിവരമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അവർ നോക്കുമ്പോൾ എന്താ സമാധാനമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള പിള്ളേരെയൊക്കെ പോലീസുകാർ തല്ലി ചതയ്ക്കുക. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ആ കുട്ടികൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. അവരെ കൂലിക്ക് ആളെ വെച്ച് തല്ലിക്കാന്ന് പറഞ്ഞാൽ റാങ്ങാണ്. അത് റാങ്ങാണെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഉടനെ അവർക്ക് പൊളിറ്റിക്സ് അറിയാത്തോണ്ട് അയ്യോ എൻ്റെ കുഞ്ഞിനൊന്നും പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില അമ്മാവന്മാരൊക്കെ വരൂലേ, അതുപോലെ പുള്ളി ഓടി വരിക. ഞാൻ ആലോചിക്കണം, ഇത് കണ്ടിട്ട് ലാലേട്ടൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? വല്ലതും പറയാൻ പറ്റുമോ ഇതിനോട്? വിസ്മയ മോഹൻലാൽ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നമുക്കൊരു 30-35 വയസ്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാൾ വന്നിട്ട് അമ്മയുടെ മുത്തു എന്നൊക്കെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവില്ലേ? ഇനി വിസ്മയ മോഹൻലാലിന് പൊളിറ്റിക്സ് അറിയില്ല, അതുകൊണ്ടാണ് ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്തതെന്ന് മേജർ സാറിന് തോന്നുകയാണെങ്കിൽ മേജർ സാർ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് പോകണം. നേരെ മോദിജിയെ കയറി കാണണം. അല്ലയോ മോദിജി, നിങ്ങൾക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയണം. കാരണം ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത വിസ്മയ മോഹൻലാൽ പൊളിറ്റിക്സ് അറിയാത്ത ആളാണെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് മുഴുവൻ കണ്ടിട്ട് പ്രൊട്ടസ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനെ അദ്ദേഹം വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയില്ലേ? അതിൻ്റെ ആവശ്യം എന്താണ്? ഇത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഫണ്ട് വന്നതാന്നേ. ഇവന്മാരെ കേന്ദ്ര ഏജൻസി വെച്ചിട്ട് അന്വേഷിപ്പിച്ചിട്ട് അങ്ങോട്ട് ജയിലിലടക്കി മോദിജി എന്ന് പറയാനുള്ളതിന് പകരം മേജർ ജി ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങരുത്. കുറേ ആൾക്കാരുടെ വിഷയമായിരുന്നു ഇതൊക്കെ. പുറത്തുനിന്ന് ഫണ്ടുള്ള ഭയങ്കര വേറെ പരിപാടിയൊക്കെയാണ്. പിന്നെ എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്താണ് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല, ഏജൻസികളില്ലേ അവരുടെ കയ്യിൽ. പിന്നെ മേജർ ജിക്ക് മറ്റൊരു സാധനം കൂടി ഇതിനിടയിൽ അടിച്ചിട്ടുണ്ടാകും. അതായത് ഒരു പെൺകുട്ടിയാണ് ഇവിടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്.
പെൺകുട്ടികൾക്ക് ഇതൊന്നും വലിയ ധാരണയില്ല, അവരിങ്ങനെ ഓരോന്നൊക്കെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് പറയണതാണ്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് പൊളിറ്റിക്സ് അറിയാത്തതുകൊണ്ട് പറഞ്ഞ അഭിപ്രായം എന്നാണ് ഇങ്ങനെ വരുത്തി തീർക്കുന്നത്. നിങ്ങൾ പെൺകുട്ടികളുടെ അഭിപ്രായത്തിലൊന്നും കയറി പിടിക്കണ്ട. അവർക്ക് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അവർ ലോകം കാണുന്നതാണ്, സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്. വിസ്മയ മോഹൻലാൽ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് വിസ്മയ്ക്ക് തോന്നിയാൽ അവർ തന്നെ പോസ്റ്റ് ഇട്ടോളും. അങ്ങനെ അതേ കൈകൊണ്ട് തന്നെയല്ലേ അവർ പോസ്റ്റ് ഇട്ട് അതേ കൈകൊണ്ട് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പോസ്റ്റ് ഇടാനും അവർക്കറിയാം. അറ്റ്ലീസ്റ്റ് അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിലയുള്ളൊരു കുടുംബത്താണ് ജീവിക്കുന്നത്. അല്ലാതെ പെൺകുട്ടികളായാലും ഇതൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന, പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണ് പൊളിറ്റിക്സ് അറിയാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നേരെ ജന്തർ മന്ദറിലേക്ക് പോകൂ. അവിടെ ചെന്ന് പെൺകുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പെൺകുട്ടി ചോദിച്ചാൽ ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ പീരീഡ്സിലാണ് ഇവിടെ വന്നതെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള എക്സ്ക്യൂസ് എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ ഒരുപാട് മാറി. ജി ഇപ്പോഴും ഇങ്ങനെ ജീഞ്ഞ് ഇങ്ങനെ ഇരിക്കാതെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആവും. വിസ്മയ്ക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്നങ്ങ് പറയുമ്പോൾ അങ്ങൊന്നിന് ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് ഒരു ധാരണയില്ല. ഇതിനിടയിൽ കൃഷ്ണകുമാർ ജി ഒരു സാധനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ ചുറ്റും ഈ കല്ലേറ് നടക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പുള്ളിക്ക് പെട്ടെന്ന് കണക്ട് ആയത് കല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാണോ ഡൽഹി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നരേന്ദ്രമോദിജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഭക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ ലേശം ഉളുപ്പ്, ലേശം കോമൺ സെൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കാശ്മീരിൽ കല്ലേറ് നിർത്തിച്ചതുപോലെ ഈ പിള്ളേരുടെ മെക്കിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. കേന്ദ്ര സർക്കാർ അവരുടെ മുമ്പിൽ കുറേയൊക്കെ മുട്ടുമടക്കിയ അവസ്ഥയിലാണ്. അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മക്കളെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കേണ്ടി വന്നു. അങ്ങനെ മുട്ടുകുത്തിക്കാൻ അറിയാവുന്ന പുതിയ ജനറേഷനാണ് ഇന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള 4-3-7 പിള്ളേരെ വെച്ചിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, കൃഷ്ണകുമാർജിയുടെ മക്കളിൽ ഒരാൾ ഇവരുടെ ഫാമിലി ആയിട്ടുള്ള ഇൻ്റർവ്യൂ, കാരണം സെലിബ്രിറ്റി ഒരു പകിട്ടുള്ള ഫാമിലിയാണല്ലോ, അപ്പോൾ ഇവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പരിപാടി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്: വീട്ടിൽ നിന്ന് പറയുന്നത് കോപ്പി അടിച്ചിട്ടാണെങ്കിൽ ജയിച്ചിട്ട് വന്നാൽ മതി എന്നാണ്. നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ അങ്ങനെ കോപ്പി അടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു പോവുക, അപ്പനും അമ്മയ്ക്കും കാശുള്ളത് കൊണ്ട് മാത്രം ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുക എന്ന് പറയുന്ന നിലയിലല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, പ്രത്യേകിച്ച് നീറ്റിൻ്റെയൊക്കെ കോച്ചിങ്ങിന് പോകുന്ന പിള്ളേർ 3 വർഷം 5 വർഷം ഇതിന് വേണ്ടി തപസ് ചെയ്യുന്ന പോലെ ഇരുന്ന് ഊണും ഉറക്കവും ഇല്ലാതെ രക്തം വേർപ്പാക്കി പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അങ്ങനെയുള്ള പിള്ളേരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോഴേ ഇവിടെ അങ്ങോട്ട് കൊള്ളും. അങ്ങനെ കൊള്ളാത്ത കുറച്ച് ആൾക്കാർ എന്തിനാ ഈ സമരമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കും. അവർക്ക് കോപ്പി അടിച്ച് ജയിച്ചാണ് ശീലം, അല്ലെങ്കിൽ വീട്ടുകാരുടെ കഴിവിൽ കയറി പോകുന്നതൊക്കെ ആയിരിക്കും അവരുടെ ശീലം. പക്ഷേ അങ്ങനെയല്ലാതെ സ്വന്തമായി അധ്വാനിച്ച് പോകുന്ന ഓരോ വിദ്യാർത്ഥിക്കും കൊള്ളും. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്വയം പഠിച്ച് രക്ഷപ്പെടണം, എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് എൻ്റെ ലൈഫ് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഓരോ കുട്ടിക്കും പൊള്ളും. ആ പൊള്ളലാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പൊള്ളലിന് മറ്റേ 56 ഇഞ്ച് വിരിച്ച് പിടിച്ച് അവിടെ ചെന്ന് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിള്ളേർ പറയുന്നത് കേൾക്കണം. അവർ സമാധാനപരമായിട്ടാണ് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതെന്താ പറയുക, ഇത് മറ്റേ മുറ്റത്ത് കുഴികുത്തി പഴങ്കഞ്ഞി കൊടുത്തിട്ട് അടിയാനെ തളച്ചിട്ടിട്ടുള്ള, അടിയാൻ എന്തെങ്കിലും പറയുമ്പോൾ അടിച്ചമർത്തിയിട്ടുള്ള ആ രക്തം തിളയ്ക്കുന്നതാണ്. നിങ്ങൾ ആ രക്തം ഒന്ന് ട്രാൻസ്ഫ്യൂസ് ചെയ്തൊന്ന് മാറ്റൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരൂ. അടിച്ചമർത്തലല്ല ഒരു ഭരണകേന്ദ്രം ചെയ്യേണ്ടത്. കേൾക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രിവിലേജ്ഡ് അല്ലാത്ത പിള്ളേരെ ഒന്ന് കാണണം. അവരുടെയൊക്കെ അവസാന അത്താണി പോലെ അവർ കാണുന്നതാണ് ഇത്തരം പരീക്ഷകൾ. അതിനെ പ്രോപ്പറായി നടത്താൻ വേണ്ടി അവർ പറയുമ്പോൾ യെസ്, ഈ സിസ്റ്റം ഹം ബദൽത്തെ ഹേ അല്ലെങ്കിൽ ബദൽന ഹേ എന്ന് പറയുന്ന രീതിയിൽ അതിനെ ഡീൽ ചെയ്യാൻ തയ്യാറാവണം. ഈ എക്സാംസൊക്കെ നടത്തുന്ന ഏജൻസിയൊക്കെ ഒന്ന് സ്ഫുടൻ ചെയ്തെടുക്കാൻ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിന് പറ്റാത്തത്? പേടിയാണ്? പറ്റൂലേ? പിന്നെ നിങ്ങൾ നോക്കിയേ, BJPയുടെ നേതാക്കന്മാർ, അതിപ്പോൾ വാലായാലും തലയായാലും എല്ലാവരും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലെ കോമൺ ഫാക്ടേഴ്സ് അടിച്ചൊതുക്കിയിട്ടുണ്ട്. തെരുവ് കാണില്ല, കല്ലേറ് മറ്റേ കാശ്മീരിൽ നമ്മൾ ഒതുക്കിയതുപോലെ ഇതും ഒതുക്കും, അടിച്ചമർത്തും, നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമ്മൾ കീഴടക്കും എന്നൊക്കെ പറയുന്ന മറ്റേ ഈ രാജാക്കന്മാരുടെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കുക. ഈ ആക്രമണ രാഷ്ട്രീയത്തിൽ ഇവരിങ്ങനെ പിടിച്ച് നിൽക്കുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടി ആദ്യം ഒരു വട്ടമേശ സമ്മേളനം നടത്തും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്താനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി നിങ്ങൾ തന്നെ തീർക്കുന്നേ. എന്തിനാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സമാധാനം ചെയ്യുന്ന കുറച്ച് കൊച്ചു പിള്ളേരെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാളും കമ്പിയൊക്കെ എടുക്കാൻ പോകുന്നത്? എല്ലാം അങ്ങനെ ഒതുക്കി ജയിച്ച് അതല്ല ഇന്ത്യയിലെ സിസ്റ്റം. ഇവരുടെ വിചാരം 2014 കഴിഞ്ഞപ്പോൾ ഇന്ത്യ 4ആയിട്ട് മടക്കി അവരുടെ രാജ്യമായി എന്നാണ്. ഇന്ത്യ ഇപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ BJPക്കാരൻ സംസാരിച്ചാലും ഒരു കൊച്ചു കുഞ്ഞ് സംസാരിച്ചാലും പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ, സമാധാനപരമായിട്ടാണെങ്കിൽ, ജനാധിപത്യപരമായിട്ടാണെങ്കിൽ കേൾക്കണം, പരിഹാരം ഉണ്ടാവണം. ഇതിനിടയിൽ വേറൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്നാണെന്നും പറഞ്ഞ് ഒരു പയ്യൻ ന്യൂസ് ചാനലിനോ മറ്റോ ഒരു ബൈറ്റ് കൊടുക്കുകയാണ്.
ഇത് ലോകാവസാനത്തിൻ്റെ സൂചനയാണ്, ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ വയനാട്ടിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൊച്ചു പിള്ളേർ വരെ വീഡിയോ ചെയ്ത് ചോദിക്കുന്നുണ്ട്, നീ വയനാട്ടിൽ എവിടെ ഉള്ളതാ, നീ ഒന്ന് തിരിച്ച് നാട്ടിലേക്ക് വാ. ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് തിരിച്ചു വിടണമെന്ന്. വയനാട്ടിലൊന്നും ഞങ്ങൾക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മതവും പുഴുങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. ഇത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമല്ല, ലോകം പുതുക്കി പണിയുന്നതിൻ്റെ ലക്ഷണമാണ്. അതിന് നമ്മുടെ പുതിയ ജനറേഷൻ തയ്യാറാവുന്നതിൻ്റെ ലക്ഷണമാണ്. ഏത് പോരാട്ടത്തിനും അവർ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായ ലക്ഷണമാണ്. അല്ലാതെ ലോകാവസാനത്തിൻ്റെ ഉണ്ടമ്പുരി പുഴുങ്ങാൻ അങ്ങോട്ട് പോരുത്, പ്ലീസ്, റിക്വസ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവർ ആ പോകുന്നതിനെ പല കണ്ടൻറ്റായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെയും ഈ പറയുന്ന പ്രൊട്ടസ്റ്റിന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അവിടെ ചെന്നിട്ട് ഇത് കോമഡി ആക്കരുത്. ഇനി നമുക്ക് ഈ കഴിഞ്ഞ ഒരു കുറച്ച് 24 മണിക്കൂറൊന്നും ആയിട്ടില്ല, ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ലോഡ് ആൾക്കാർ മെസ്സേജ് അയച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. എനിക്കും വരുന്നുണ്ട്, ശ്രുതിക്കും വരുന്നുണ്ട്. ഞങ്ങൾ തച്ചിനിരുന്ന് നോക്കുകയാണ്, ഇതിനെതിരെ റിയാക്ട് ചെയ്യൂ ചേട്ടാ, ഇവർ ഈ പറയുന്നത് ശരിയാണോ, ഇവരെന്നെ ബ്ലോക്ക് ചെയ്തു ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് മെസ്സേജ് വരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അയച്ചു തരുന്ന പോസ്റ്റ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിച്ച് ധാരെന്താന്നൊക്കെ പോയപ്പോഴാണ് നമ്മുടെ പേളി മാണിയാണ് ഈ കണ്ടൻറ്റ് ചെയ്തിട്ടുള്ള ആൾ. പേളി മണിയുടെ പോസ്റ്റുകളാണ് ആളുകൾ ഈ അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ നടുക്കുന്നൊരു രഹസ്യം തുറന്ന് പറയാം. ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എതിരഭിപ്രായമാണെങ്കിൽ സ്പോട്ടിൽ പേളി ചേച്ചി ബ്ലോക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പേളി മാണിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആങ്കേഴ്സ്, പല ഭാഷകളിലുള്ള ആങ്കേഴ്സൊക്കെ വന്നിട്ടുള്ള ഒരു റൗണ്ട് ടേബിൾ പരിപാടിയിൽ പേളി മാണി പങ്കെടുത്തു. അവിടെ ഇരുന്ന് പറയുകയാണ്, എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും വരാറില്ല എന്നുള്ളത്. ഇത് മുഴുവൻ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്കറിയാം. കുറച്ച് ഫോളോ ചെയ്ത് 1-2 വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവരതിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യാറുണ്ട്. വളരെ മോശമായിട്ട് നമ്മളെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള മറ്റുള്ളവരെയോ ഒക്കെ ചിത്രീകരിക്കുന്ന വളരെ മോശം ഭാഷ ഉപയോഗിക്കുന്നവരെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അല്ലാതെ വരുന്ന മറ്റ് ചില നെഗറ്റീവ്സ് ഉണ്ട്, അതായത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട നെഗറ്റീവ്സ് ഉണ്ട്. ജനാധിപത്യ മര്യാദ മാനിച്ച് നമ്മൾ ആ കമൻറ്റുകൾ റീറ്റെയിൻ ചെയ്യുകയും പക്ഷേ ആ മര്യാദ ഇല്ലാത്തവരെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. പേളി മാണി കുത്തിയിരുന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതല്ല, എൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവേ വരാറില്ല എന്നാണ് പുള്ളിക്കാരി അവിടെ പോയിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ ഒരു റൗണ്ട് ടേബിൾ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും റീല് വരുമ്പോൾ അയച്ചു തരുന്നത് എനിക്കിത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ ഈ പേളി മാണിയുടെ ലിങ്ക്സാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. എന്നെ മാത്രമല്ല ശ്രുതിയെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പേളി മാണി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ സകലപാല ആൾക്കാരെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ 2 തരം ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന്, പേളി മാണി ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുകൾ. 2, പേളി മാണി ബ്ലോക്ക് ചെയ്യാത്ത ആളുകൾ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിനെ തന്നെ പിടിച്ചു കുലുക്കുന്നൊരു തീരുമാനവുമായിട്ടാണ് പേളി മാണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം വന്നിട്ടു, എനിക്ക് അയാളെ ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണോ? ബ്ലോക്ക് ചെയ്യാം. പേളി മാണിക്കും ബ്ലോക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമാധാനപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ പോലീസ് ആക്രമിക്കുകയും അതിനെ തുടർന്ന് ഒരു സപ്പോർട്ട് അവർക്ക് വെച്ചാൽ ആ സപ്പോർട്ട് വളരെ ആംപ്ലിഫൈഡ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനെന്ന വണ്ണം ഒരു പോസ്റ്റ് ഇട്ടിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പിള്ളേരോട് അവനവൻ്റെ സേഫ്റ്റി നോക്കി വേഗം വീട്ടിൽ വന്ന് പുതപ്പിൻ്റെ അടിയിൽ ഇരുന്നോ എന്ന് പറഞ്ഞ് അവരൊരു പോസ്റ്റ് ഇടുന്നത് റോങ് ആണ്. അതിനോടാണ് നമുക്കിവിടെ വിയോജിപ്പുള്ളത്. കാരണം അങ്ങനെ കുറേ ആളുകൾ അവനവൻ്റെ കംഫർട്ട് സോണിലേക്ക് പോകാതെ പോരടിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിൽ പല ആളുകൾക്കും നിവർന്നു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കിട്ടിയിട്ടുള്ളത്. ഈ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നതും അത്തരം പോരാട്ടങ്ങളുടെ റിസൾട്ടായിട്ടാണ്. ചില ആൾക്കാർ ഈ വലിയ പോരാട്ടങ്ങൾ, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പോരാട്ടം വന്ന സമയത്ത് ഒളിച്ചിരുന്ന ആളുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മാപ്പും പറഞ്ഞ് തലയൂരിക്കൊണ്ട് പോയ ആളുകളുണ്ട്. പക്ഷേ പോരാടാൻ ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ട്. ഷൂ നക്കലും വീട്ടിൽ പോയി ഒളിച്ചിരിക്കലും അല്ല നമ്മൾ ചെയ്യേണ്ടത്. പോരാടാൻ ഇറങ്ങണം. ആ പോരാട്ടത്തിൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പോരാടാൻ ഇറങ്ങിയവരെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ജന്തർ മന്ദറിൽ ചെന്ന് ആ പിള്ളേരുടെ അടുത്ത് സംസാരിക്കണം. അവിടെ പോയി വന്നിട്ടുള്ള പല ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചാണ്. അവരെന്തിനാണ് വന്നതെന്ന് അവർക്ക് ധാരണയുണ്ട്. ഈ ജെൻസി പിള്ളേരെ മുഴുവൻ, നാട് മുഴുവൻ ആളുകൾ, ഈ പ്രായമായിട്ടുള്ള എൻ്റെ ജനറേഷൻ, അതിന് മുമ്പുള്ള ജനറേഷനൊക്കെ ഇരുന്ന് കളിയാക്കിയിട്ടുണ്ട്. ഇവർക്കൊന്നും പൊളിറ്റിക്സ് അറിയില്ല, ഇവർക്കൊന്നും രാഷ്ട്രീയ ബോധമില്ല, ഇവർക്കൊന്നും സംഘടിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ല. നിങ്ങൾ ജന്തർ മന്ദറിലേക്ക് പോകും. ആ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അറിയാം അവരെന്തിനാണ് അവിടെ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ അവർ മുന്നിട്ടിറങ്ങുമ്പോൾ അവരുടെ മുമ്പിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഏതറ്റം വരെ അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഓരോ കുട്ടിക്കും അറിയാം.
അതറിഞ്ഞാണ് അവരവിടെ നിൽക്കുന്നത്. അവർ ഓരോ സ്ട്രഗിൾസും അനുഭവിക്കുന്നത്. അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു, അവർക്ക് ഫുഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ട് എല്ലാം കൊടുത്തിട്ടുമാണ് ആ പിള്ളേർ അവിടെ നിൽക്കുന്നതെങ്കിൽ അവർക്കറിയാം അവരെന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന്, ഏതറ്റം വരെ പോകാൻ അവർ റെഡിയാണെന്നുള്ളത്. അവിടെ ചെന്നിട്ട് മക്കളെ നിങ്ങൾക്കൊക്കെ ദേഹം നോവെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്നോളൂ കേട്ടോ, ചേച്ചിയുടെ സ്നേഹം കൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞാൽ ആ പിള്ളേർ പറയും ചേച്ചി വേണേ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് ഞങ്ങൾ ഈ സമരം ചെയ്ത് ഉണ്ടാക്കുന്ന ഗുണമില്ലേ, അതിൻ്റെ പേർക്സ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അനുഭവിച്ചോ, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനും എൻജോയ് ചെയ്തോ. പക്ഷേ ഞങ്ങളിവിടെ പോരാടാനാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് മാറ്റം വേണം എന്നവർക്കറിയാം. ചില ആൾക്കാർ പ്രതികരിക്കാതിരിക്കുന്നത് ചിലപ്പോൾ നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും, വേറെ ചില ആൾക്കാർ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും, വേറെ ചില ആൾക്കാർ EDയുടെ റെയ്ഡ് വരുമെന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഇതിലും പെടാത്ത കുറച്ച് ആളുകൾ എന്തു വന്നാലും നമ്മുടെ സർക്കാരിനെ വിമർശിച്ച ദേശദ്രോഹി തന്നെ എന്ന് പറയുന്ന ആ ഒരു കലിപ്പിലിരിക്കുകയായിരിക്കും. ഇതൊന്നുമല്ലാതെ ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല, എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട്, ഈ കേസിൽ എനിക്കൊരു നിലപാടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാത്തിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കി കയറി ഇരുന്ന് പ്രതികരിക്കാൻ പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അതേപോലെ പ്രതികരിക്കുന്നവരോട് മക്കളെ നിങ്ങൾ സ്നേഹത്തോട് പറയേണ്ട, നിങ്ങൾ വീട്ടിൽ വന്ന് കിടക്കും, നിങ്ങളുടെ ദൈവം നോവും എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനുള്ള അവകാശമോ അധികാരമോ നിങ്ങൾക്കില്ല. അപ്പോൾ പറയും ഇത് കൺസേൺ കൊണ്ടല്ലേ, ആ കുട്ടികളുടെ ഹെൽത്ത്, അവരുടെ ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഏതൊരു പൗരനും ഉണ്ടാവുന്ന തേങ്ങയാണ്. നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, അതിനൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നാണ്. ജസ്റ്റ് ടേക്ക് കെയർ, അത്രേ ഉള്ളൂ. അവർക്കറിയാം അവർ നിങ്ങളുടെ പിഞ്ചു പൈതലൊന്നുമല്ല. പക്ഷേ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വീട്ടിൽ വന്നിരുന്നോളൂ കേട്ടോ, നിങ്ങൾ സമരം ചെയ്തിട്ട് ഇവിടെ ഒരു ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്ത് നിങ്ങൾക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നത് അരാഷ്ട്രീയമാണ്. ഇതിനിടയിൽ പേളിമാണി മറ്റൊരു കാര്യവും കൂടി ചെയ്തു. പേളിമാണി ഭയങ്കര മോട്ടിവേഷനാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായാൽ, നിങ്ങൾ പരാജയപ്പെട്ട ഒരാളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തളരരുത്, തളരാതെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചടിക്കുകയാണ്. പക്ഷേ അവരുടെ അഭിപ്രായത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരാളെ പേളിമാണി അഡ്രസ്സ് ചെയ്യുന്നത് ഫെയിൽഡ് ഫിലിം മേക്കർ എന്നാണ്, പരാജയപ്പെട്ട ഒരു സംവിധായകൻ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അയാൾ സിനിമ ചെയ്തോ സംവിധാനിച്ചോ, അയാളെയാണോ അയാളുടെ അച്ഛനെയാണോ പറഞ്ഞത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പ്രയോഗം ഉണ്ടല്ലോ, ഫെയിൽഡ് ഡയറക്ടർ, അതായത് ഫെയിലാവുന്നവരെ കളിയാക്കുന്നത് നെഗറ്റീവാണെന്നും ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം, മോട്ടിവേറ്റഡ് ആവണം എന്നൊക്കെ പറയുന്ന ആൾ ഒരാളെ അഭിസംബോധന ചെയ്യുന്നത്, അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്ന ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളൊരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഇരട്ടത്താപ്പല്ല, ഇത് താപ്പോട് താപ്പാണ്. നമ്മളെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറപ്പാണ് പേളിമാണി ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമായിരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെയും നെഗറ്റീവായിട്ട് കമൻറ്റ് വരാറുണ്ട്, ഭയങ്കര കടുത്ത വിയോജിപ്പുകളൊക്കെ വരാറുണ്ട്. മോശം ഭാഷ വരുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും, ചിലപ്പോൾ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. പക്ഷേ ഈ വിമർശനങ്ങൾ വരുമ്പോഴേ അതെടുക്കാൻ കൂടി നമ്മൾ പഠിക്കണം. അതും കൂടിയാണ് നമ്മൾ ഈ പോസിറ്റീവ് ആകുക, ഈ വളർച്ചയുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ അർത്ഥമാവുന്നത്. ഇപ്പോഴും ഈ ലോകം മുഴുവൻ ഒരു ബിഗ് ബോസ് ആണെന്ന് കരുതി കാടിറക്കി കളിച്ചുകൊണ്ടിരിക്കരുത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അന്ന് അവിടെ ഇറക്കിയ കാർഡുകളിൽ പ്രധാനപ്പെട്ടത് ബോസ് ലേഡി എന്ന് പറയുന്ന ഒന്നായിരുന്നു. അതിനിടയിൽ ദിയ കൃഷ്ണനെ വലിച്ചടച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടം, അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പെർട്ടിക്കുലർ വീഡിയോയിൽ സംസാരിച്ചതിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എടുത്തിടേണ്ടതില്ല, പക്ഷേ ഞാനും എൻ്റെ മക്കളും എന്ന് പറയുന്ന കാർഡ് അവിടെ എടുത്തിടുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ വിഷയം വന്നപ്പോഴും മമ്മ ബെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഇമേജസ് ഒക്കെ ഭയങ്കര വലുതാണ്. അത് ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ബോസ് ലേഡി, മമ്മ ബെയർ എന്നൊക്കെ പറയുന്ന വലിയ ഇമേജുകളൊക്കെ വരുന്നത്. പക്ഷേ ഇതെല്ലാം ബേസിക്കലി ഒരു കാർഡ് എടുത്തിടലാണ്. എന്നെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ എന്നോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്നോടും എൻ്റെ പിള്ളേരോടും എന്ന് പറയേണ്ട കാര്യമില്ല. അതിനോട് നമുക്ക് ആശയപരമായി വിയോജിപ്പ് തിരിച്ചും രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. കാർഡിറക്കണ്ട. ലൈഫ് ഈസ് നോട്ട് എ റമ്മി സർക്കിൾ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കുറേ ആൾക്കാർ അതായത് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ താഴെ പേളിമാണി ഒരു കമൻറ്റ് ഇട്ടു. പിറ്റേ ദിവസം അതിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്നു, എവിടേക്കൊക്കെയോ പോകുന്നു, വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ പേളിമാണി ഇട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തോ എന്നുള്ളത്. നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. പേളിമാണി കമൻ്റ് ഇടും, ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഇതാ പോസ്റ്റ് ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും പോസ്റ്റ് ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അന്നത്തെ കമൻറ്റും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് പേളിമാണി അവരെക്കുറിച്ച് തന്നെ പറയുന്ന ഡയലോഗാണ് എനിക്ക് ഈ പറയുന്ന ഗോപാൽജിയോടാണെങ്കിലും കൃഷ്ണകുമാർജിയോടാണെങ്കിലും പേളിജിയോടാണെങ്കിലും ഒക്കെ പറയാനുള്ളത്. ഡോണ്ട് മെസ് വിത്ത് ദ റോങ് ജനറേഷൻ. നിങ്ങൾ മറ്റേ ഡോണ്ട് മെസ് വിത്ത് മിയ എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറയുമ്പോഴേക്കും പേടിക്കുന്ന, കല്ലേറ് വരും വാക്കത്തി വരും എന്നൊക്കെ പറയുമ്പോൾ പേടിക്കുന്ന ആ ജനറേഷനല്ല. അവർക്കറിയാം, അവർക്ക് ഉറപ്പുണ്ട്, ആൻഡ് അവർ നേടും. അവർ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഷോ കാണിച്ച ആളാവാൻ വേണ്ടിയിട്ട് അതിനൊന്നും അല്ല അവിടെ സമരം ചെയ്യുന്നത്. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്, അവരുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്, നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. സോ ഡോണ്ട് മെസ് വിത്ത് ദ റോങ് ജനറേഷൻ വിത്ത് ദ റോങ് ടാക്ടിക്സ്.